Dr. Harindran Nair. I'm Malvika Mohan. Welcome to Walk With Me. Welcome to Random. Yes. Doctor, പങ്കജ കസ്തൂരിയുടെ തുടക്കം എങ്ങനെയാണ്? പങ്കജ കസ്തൂരിയുടെ തുടക്കം ഞാൻ ഗവൺമെൻറ് ആയുർവേദ കോളേജിൽ നിന്നും 1983 ഗ്രാജുവേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പൂവച്ചൽ ചെറിയൊരു ക്ലിനിക്ക്, ധന്വന്തിരി എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ക്ലിനിക്ക്. ഞാൻ കണ്ടലയാണ് എൻ്റെ സ്വന്തം സ്ഥലം. ഈ കണ്ടല പൂവച്ചൽ തമ്മിൽ ഒരു 10 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അപ്പോൾ സ്വന്തം നാട്ടിൽ ക്ലിനിക്ക് തുടങ്ങി ആരും അംഗീകരിക്കില്ലല്ലോ. ഒരു ചെറിയ ആ ഒരു ചിന്ത കൊണ്ടൊരു 10 കിലോമീറ്റർ മാറി ഒരു കൊച്ചു ക്ലിനിക്ക് തുടങ്ങി. ധന്വന്തിരി ആശുപത്രി. ഏത് വർഷം? 83 ലാസ്റ്റ്. ജസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിറങ്ങി ഉടനെ ഞാൻ ജനിക്കുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ 85 പൂജപ്പുര റീജിയണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മണ്ഡപത്തിൻ്റെ ഓപ്പോസിറ്റുള്ള അവിടെ ഒരു റിസർച്ച് സ്കീമിൽ റിസർച്ച് അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്യുന്നു. 2 വർഷക്കാലം. സ്കീം എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ, പെർമനൻ്റ് അല്ല, ബട്ട് അങ്ങനെയാണ് അവിടെ തന്നൊക്കെയുള്ള പോസ്റ്റിൽ. അവിടെ ഇരുന്നാലും കുറേശ്ശെ പെർമനൻ്റ് റിസർച്ച് അസിസ്റ്റൻ്റായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ, 1 വർഷവും 10 മാസവും, അപ്പോഴത്തേക്ക് ഞങ്ങളുടെ സ്കീമിനെ ചെറുതുരുത്തി ഷൊർണൂറിലെ റീജിയണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് അവിടെ ഉണ്ട്, അങ്ങോട്ടേക്ക് ഇത് മാറ്റിയപ്പോൾ എനിക്ക് ഇതിനിടെ വൈകുന്നേരം പ്രാക്ടീസും ഉണ്ട്, ഒരുവിധം മോശമല്ലാതെ കാശ് ഉണ്ടാക്കുന്നുണ്ട് ധന്വന്തിരിയിൽ. അപ്പം രാവിലെ പോകും, വൈകുന്നേരം വരും, വൈകുന്നേരത്തിന് ശേഷം അവിടെ നല്ല പേഷ്യൻറ്റും ഉണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു, ഇനി എന്തിനാ ജോലി എന്ന് പറഞ്ഞിട്ട് എനിക്കിതൊന്നും വേണ്ട. മാത്രമല്ല അന്ന് 2050 രൂപ കണ്ടാണ് ശമ്പളം. അപ്പം ഞാൻ പതുക്കെ അങ്ങ് കളഞ്ഞു. ആരോടും പറയാതെ. വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് പൂവച്ചൽ ആശുപത്രി ഒന്ന് വിലപ്പിച്ചു. അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടില്ല, ജോലിയും കളഞ്ഞു, പിന്നെ എന്താ? അപ്പോൾ അതുകൊണ്ട് ഒരു എൻ്റർപ്രൈസിങ് ഒരു മനസ്സിൽ എന്തെങ്കിലും ഒന്നുകൂടെ വേണം. അങ്ങനെയാണ് മാനുഫാക്ചറിങ് 1988 ശ്രീ ധന്വന്തിരി ആയുർവേദിക്സ് എന്ന് പറഞ്ഞിട്ട് ആയുർവേദിക് മെഡിസിൻ മാനുഫാക്ചറിങ് മാർക്കറ്റിംഗ് തുടങ്ങുന്നു. പരിചയക്കുറവ്, ബിസിനസ്സിലെ കാഴ്ചപ്പാടില്ല, ഈ എൻ്റർപ്രൈസിങ് മൈൻഡ് മാത്രമേ ഉള്ളൂ. മണി മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലോ യാതൊരു നോളജും ഇല്ല. ബിസിനസ്സിനെ പറ്റി യാതൊരു അറിവുമില്ല. ഇത് കൊടുത്താൽ പൈസ വാങ്ങാൻ പോലും അറിഞ്ഞില്ല. പക്ഷേ പിന്നീട് ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ബിസിനസ് പഠിക്കുകയായിരുന്നു. കുറേശ്ശെ എന്താ പറയുക, നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നീന്തൽ പഠിക്കുമല്ലോ, അതുപോലെ മാനുഫാക്ചറിങ് ഭംഗിയായി പഠിച്ചു. പിന്നെ ബിസിനസ് പഠിച്ചു. 90 വിവാഹം. അന്ന് ശ്രീ ധന്വന്തിരി ആയുർവേദിക്സ് എന്നാണ് മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ പേര്. ആശുപത്രിയുടെ പേര് ധന്വന്തിരി ആശുപത്രി. എല്ലാം ഒരു കോമ്പൗണ്ട്, ചെറിയ സംവിധാനം. ഒരു ഈ പറയുന്ന പോലെ ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ അങ്ങനെയൊന്നുമില്ല, വളരെ കൊച്ച് ഒരു ചെറിയ ഷെഡ്, ചെറിയ സംവിധാനം, 1 മാൻ ഷോ, പിന്നെ ഒരു 2-3 ആൾക്കാരുടെ സഹായം, മാർക്കറ്റിംഗ്, മാനുഫാക്ചറിങ് എല്ലാം ഞാൻ തന്നെ, പർച്ചേസ് ഒക്കെ ഞാൻ തന്നെ. അറിവില്ലായ്മ, ബിസിനസ് അറിയില്ല. എൻ്റെ ഡിഗ്രിയുടെ പേര് BAM എന്നാണ്, ബാച്ചുലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ. അത് MBA കാരൻ്റെ ബിരുദമൊന്നുമില്ല. പക്ഷേ BAM-കാരൻ കുറേശ്ശെ MBA-കാരൻ്റെ ഭാഗത്തേക്ക് മാർക്കറ്റിംഗ് പഠിച്ചു. അങ്ങനെയായി 90 വിവാഹം കഴിയുന്നു. കുറേ സാമ്പത്തിക പരാജയങ്ങൾ, പരാധീനതകൾ, പ്രശ്നങ്ങൾ. അതിനുശേഷം 96 ഒരു സമരം ഉണ്ടാകുന്നു. അന്ന് ഈ 88 തുടങ്ങുമ്പോൾ എൻ്റെ ഉൽപ്പന്നത്തിൻ്റെ പേര് പങ്കജ കസ്തൂരി എന്നായിരുന്നു. എൻ്റെ ഇപ്പം ബ്രീത്തീസി എന്ന് പറയുന്ന ഉൽപ്പന്നത്തിൻ്റെ പേര് പങ്കജ കസ്തൂരി എന്നായിരുന്നു. അത് 96 ഒരു സമരമായപ്പോൾ, പെട്ടെന്നൊരു സമരം. അന്ന് 74 എംപ്ലോയീസ് ഉണ്ടായിരുന്നു. അതിലൊരു 24 പേര് സമരം ചെയ്തു. അപ്പോൾ അന്നൊക്കെ കൊച്ചു പ്രായവും കൊച്ചു മനസ്സും കൊച്ചു ചങ്കൂറ്റവും തൻ്റെയിടവും ഒക്കെ ഇല്ലേ, പോടാ എന്നുള്ള രീതിയിൽ വന്നു. സമരത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി നമ്പരൊക്കെ അടിച്ച് ഇപ്പോഴും അതിനൊന്നും കുറവില്ലാന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അത് ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല. അത് കാരണം വയസ്സായെങ്കിലും നമ്മുടെ മനസ്സെപ്പോഴും എന്നാണ്. ഫേമിനെ അടച്ചു പൂട്ടി, എനിക്ക് സാമ്പത്തികമൊന്നുമില്ല എന്നും പറഞ്ഞ് പ്രസ്ഥാനത്തിനെ അടച്ചു പൂട്ടിയിട്ട് അതേ ബിൽഡിങ്ങിൽ അതേ ആഴ്ച കേവലം 7 ദിവസത്തെ വ്യത്യാസത്തിൽ പങ്കജ കസ്തൂരി ഹെർബൽസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാക്കി. പ്രോഡക്റ്റിൻ്റെ പേര് കമ്പനിക്ക്. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ പേര് പങ്കജ കസ്തൂരി ബ്രീത്ത് ഈസി എന്നാക്കി. അപ്പോൾ ചവനപ്രാശം പങ്കജ കസ്തൂരി ചവനപ്രാശം എന്നാക്കി. ദശമൂലാരിഷ്ടം പങ്കജ കസ്തൂരി ദശമൂലാരിഷ്ടമായി. കസ്തൂരി ഹെർബൽ സോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ പങ്കജ കസ്തൂരി ഹെർബൽ സോപ്പ്. അങ്ങനെ ഒരു ബ്രാൻഡിങ്. അന്ന് എത്ര പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു? അന്ന് ക്ലാസിക്കലായിട്ട് 10, 200, 250 പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും പേര് മാത്രം, കച്ചവടമൊന്നുമില്ല. ഈ ബ്രീത്ത് ഈസി എന്നുള്ളത് ഒരുവിധം മെച്ചപ്പെട്ട് വരുന്ന രീതിയിൽ 96 ആയപ്പോഴാണ് സമരം വരുന്നത്.
96 ഈ പങ്കജ കസ്തൂരി ആൾ ഓവർ കേരള ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നീട് BTC എന്നുള്ളതായി ഏകദേശം ഇപ്പോൾ 130ഓളം അതിന് ഞങ്ങൾ OTC ആൻഡ് പാറ്റൻറ്റഡ് പ്രോഡക്റ്റ്. പാറ്റൻ്റ് എന്ന് പറയുമ്പോൾ ഈ ഡോക്ടർമാർ എത്തിക്കൽ പ്രൊമോഷൻ എന്ന് പറയും. അങ്ങനെ 130ഓളം പ്രോഡക്റ്റ് ഉണ്ട്. പിന്നെ ഇപ്പം ആൾ ടുഗദർ 400ഓളം പ്രോഡക്റ്റ് ഉണ്ട്. ഞങ്ങൾക്ക് 4 ഡിവിഷനായിട്ടാണ്. OTC ഓവർ ദ കൗണ്ടർ, പരസ്യം കൊടുക്കുന്നു, ജനങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ക്ലാസിക്കൽ മാനുസ്ക്രിപ്റ്റ്സിലുള്ള പഴയ ശമുലാഷ്ടം, ജീരകാഷ്ടം അല്ലെങ്കിൽ ചമനപ്രാശം, അഗസ്ത്യരസായനം അങ്ങനെയുള്ള മരുന്നുകൾ. പിന്നീട് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്, സോപ്സ്, ഓയിൽസ് അങ്ങനെ. പിന്നെ ഈ പറയുന്ന പോലെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റ്സ്. ഇത്രയായിട്ട് 4 ഡിവിഷനായിട്ടാണ്. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഇപ്പം വളരെ കുറവാണ്, എന്നിരുന്നാലും പോകുന്നുണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കുറച്ചൊക്കെ പോകുന്നു. ഇത്രയായിട്ടാണ് ഞങ്ങളുടെ. അത് കഴിഞ്ഞ് 2002 പങ്കജ കസ്തൂരി ആയുർവേദ മെഡിക്കൽ കോളേജ്, അന്ന് AKND മന്ത്രിസഭ 2001 അധികാരം ഏറ്റെടുക്കുന്നത്. അപ്പോൾ അവരൊരു ഡിസിഷൻ എടുത്തു. ഫസ്റ്റ് ക്യാബിനറ്റിൽ തന്നെ ഡിസിഷൻ എടുത്തു, സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ കേരളത്തിൽ തുടങ്ങുന്നതിൽ വിരോധമില്ല. അങ്ങനെ ഡിസിഷൻ എടുത്തു. ഒരു ബുധനാഴ്ച ക്യാബിനറ്റ്, വ്യാഴാഴ്ച രാവിലെ ഞാൻ ഹെൽത്ത് സെക്രട്ടറിക്ക് പ്രപ്പോസൽ കൊടുക്കുകയാണ്. അപ്പോൾ ഹെൽത്ത് സെക്രട്ടറി പറഞ്ഞു, ഞാൻ ന്യൂസ് കേട്ടു, ഒന്നുപോലും ശരിക്കും ക്യാബിനറ്റ് നോട്ട് പോലും വന്നിട്ടില്ല, എനിക്കതൊന്നും അറിയാതെ. ഞാൻ എന്തായാലും വരുമല്ലോ, താങ്കൾ വെച്ചോണ്ടിരുന്നു. ആദ്യത്തെ ആപ്ലിക്കേഷനായിട്ട് കൊടുത്തു. ആദ്യത്തെ കോളേജായിട്ട് പങ്കജ കസ്തൂരി ആയുർവേദ മെഡിക്കൽ കോളേജ് ശ്രീ AKND സാർ ഉദ്ഘാടനം ചെയ്തു 2002 ഓഗസ്റ്റ് 28. ഇപ്പം കോളേജ് 24 വർഷം കഴിഞ്ഞ് 25ാമത്തെ വർഷത്തിൽ പോകും. ഇതാണ് കൊച്ചു പങ്കജ കസ്തൂരി. സോ ബ്രീത്ത് ഈസി എന്ന് പറയുന്ന ഒരു വെരി പോർട്ടന്റ് പ്രോഡക്റ്റ്, അതാണ് പങ്കജ കസ്തൂരിനെ എന്താ പറയാ ഒരു റീറ്റെയിൽ മാർക്കറ്റിന്റെ മാപ്പിൽ ഇടുന്നത് അല്ലെ. മോഹൻലാൽ ബ്രാൻഡ് അംബാസിഡറായി വരുന്നു. അപ്പോഴാണ് അതിനൊരു ഭയങ്കര ഒരു ഹൈപ്പ് വന്നത്. അത് എങ്ങനെയാണ് ആ ഒരു ഫ്രം ഡോക്ടർ പറഞ്ഞ പോലെ ഒരു ചെറിയ സ്ഥലത്തുനിന്ന് അത് എക്സ്പാൻഡ് ചെയ്ത് മാറി പെട്ടെന്നൊരു ബൂം വരാം, ആ ഒരു ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു? പെട്ടെന്ന് അത് സമൂഹമാണ് പെട്ടെന്ന് ബൂമാൻ തോന്നുന്നത്. എനിക്ക് തോന്നിയിട്ടില്ല. കാരണം 88 തുടങ്ങി മോഹൻലാൽ അംബാസഡർ ആകുന്ന 2001 അപ്പോൾ അത്ര ഏകദേശം ഒരു 10-13 വർഷം കഴിഞ്ഞ ശേഷമാണ് സംഭവിച്ചത്. പ്രോഡക്റ്റ് ഇപ്പം ബ്രീത്ത് ഈസി മാത്രമല്ല, ഞങ്ങളുടെ പ്രോഡക്റ്റ് എല്ലാം എഫിക്കസിയാണ്. ഇപ്പം ബ്രീത്ത് ഈസി എന്ന് ഞങ്ങളുടെ ഏത് പ്രോഡക്റ്റ് ആയാലും, ഞാൻ ആയുർവേദ ഡോക്ടറും കൂടെ ആയതുകൊണ്ട് എൻ്റെ പ്രോഡക്റ്റ് ഇപ്പം തന്നെ 1 കോടിയിൽ പരം സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ ഏകദേശം ഒരു ഇതെടുത്തപ്പം ബ്രീത്ത് ഈസി കഴിച്ച ആൾക്കാരുടെ. ആസ്തുമ കണ്ടീഷണലി ക്യൂറബിൾ എന്നാണ് ആയുർവേദ ശാസ്ത്രം പറയുന്നത്. ആസ്തുമ ക്യൂർ ചെയ്യാൻ പറ്റില്ല, ഇതാണ് മോഡേൺ തിയറി, മോഡേൺ മെഡിസിൻ. ആയുർവേദം പറയുന്നത് കണ്ടീഷണലി നല്ല ആരോഗ്യമുള്ള രോഗിയാണെങ്കിൽ പെട്ടെന്ന് മാറും, അല്ലെങ്കിൽ അത് മാറ്റാൻ പറ്റില്ല, യാപ്യം ചികിത്സ നീട്ടിക്കൊണ്ടേ പോകാമെന്നാണ്. പക്ഷേ അത് അങ്ങനെ അല്ല എന്നും ആസ്തുമ ക്യൂറബിൾ ആണെന്നും ഞാൻ തെളിയിച്ചു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ വീട്ടിലൊരാളുണ്ട്, ബ്രീത്ത് ഈസിന്റെ എക്സൽ പൗഡർ ഒരു 3 ബോട്ടിൽ കഴിച്ചു. Now she's completely, she lives in US. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് തണുപ്പ് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കഴിച്ചാലോ പിന്നെ ഒരാഴ്ച കിടപ്പാണ്. ബട്ട് ഈ എക്സൽ പൗഡർ ഒരു 2-3 ബോട്ടിൽ കഴിച്ചു. Now she's like, ഞാൻ ചുമ്മാ ഐസ്ക്രീം ഒക്കെ കഴിച്ച് നടക്കാം, ഞാൻ അഹങ്കാരം നോക്ക്. അത് ഇപ്പം ഈ ബ്രീത്ത് ഈസി എക്സൽ എന്ന് വെച്ചാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2020 ഒരു ഡെവലപ്മെൻ്റ് ആണ്. ഇപ്പം അതിപ്പോൾ IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റഗ്രേറ്റീവ് മെഡിസിൻ ജമ്മു, അവിടെ അതിൻ്റെ ക്ലിനിക്കൽ ട്രയൽ ഏകദേശം ആദ്യത്തെ പ്രീ ക്ലിനിക്കലെല്ലാം പൂർത്തിയായി. അത് ഒരു മെഡിസിൻ, ഒരു ആയുർവേദ മെഡിസിൻ ആസ്തുമയ്ക്ക് എങ്ങനെ ഗുണമാകുന്നു എന്ന് മോഡേൺ പാരാമീറ്റേഴ്സ് വച്ചിട്ട് അത് ക്യൂർ ഫോർ ആസ്തുമ എന്ന് ക്ലിനിക്കലി തെളിയിക്കുന്ന പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും അത് ആസ്തുമയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ മുട്ടുവാദത്തിന് മരുന്നുണ്ട്, ഓർത്തോ ഹെർബ് എല്ലാവർക്കും അറിയാം. അപ്പം മുട്ടുവാദം ക്യൂറബിളാണ്. ക്യൂറബിൾ അല്ല, ക്യൂർ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ബട്ട് ഇൻഫ്ലമേഷൻ വാട്ട് എവർ ഈസ് ദയർ, അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ശരിക്കും 4 സൈൻസ്, വേദന, ചുവപ്പ് നിറം, അവിടെ ചൂട്, പിന്നെ ഉണ്ടാകുന്ന വീക്കം, നീര്, ഇത്രയും 4 സൈൻസിനെയും കുറയ്ക്കാൻ സഹായിക്കുന്നു. അപ്പം ഒന്നുകിൽ ക്രോണിക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരുമ്പോൾ മുട്ട് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ അതിന് വേദന സംഹാരികളായിട്ടുള്ള മരുന്ന് കഴിക്കുക. ഇത് മാത്രമാണ് നിലവിലുള്ളത്. എന്നാൽ കുറച്ചു കാലം ആയുർവേദ മരുന്ന് കഴിക്കുന്നതിലൂടെ അവിടുത്തെ ഫ്ലൂയിഡിൻ്റെ ഇൻകൺസിസ്റ്റൻസി മാറ്റാനും അവിടുത്തെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും സ്ഥിരമായി കുറെക്കാലം വേദന മാറ്റി നിർത്താനും സഹായിക്കുന്നു. വേറെഗെയിൻ ക്യൂർ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ആ തരത്തിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെഡിസിനാണ് ഇത്. ഞങ്ങളുടെ മെഡിസിൻസ് എല്ലാം പോപ്പുലർ ആകുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി,
തേർഡ് ക്വാളിറ്റി മാത്രമേ ഉള്ളൂ, വേറെ ജനങ്ങൾ എടുക്കുകയാണ്. ഓർത്തോഹെർബം ഐ ഹാവ് ഹേർഡ് ആൾക്കാരിൽ നിന്ന് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, ഭയങ്കര പോട്ടന്റ് മെഡിസിൻ, വളരെ എഫക്റ്റീവാണ്. ഞങ്ങൾ ഇതെല്ലാം ക്ലിനിക്കലി പ്രൂവൻ ആണ്, ഇത് ടെസ്റ്റഡ് ആൻഡ് ട്രൈഡ് ആൻഡ് പബ്ലിഷ്ഡ് ആണ്. അപ്പം ശരിക്കും പിയർ റിവ്യൂഡ് ഇന്റർനാഷണൽ ജേർണലുകളിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സയന്റിഫിക് ഇപ്പം മോദിജി പറയുന്നത് പോലും ഇപ്പോൾ എവിഡൻസ് ബേസ്ഡ് ആയുർവേദ എന്ന് പറയുന്നത്. ആയുർവേദം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ പറയുന്നു ആസ്മ ക്യൂർ ചെയ്തിട്ടുണ്ട്, എവിഡൻസ് ചോദിക്കും. ഇപ്പോൾ ഒരു മോഡേൺ സൊസൈറ്റി ചോദിക്കുന്ന അതിൻ്റെ എവിഡൻസ് ഞങ്ങൾ വിശ്വസിക്കാം. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ മുട്ടിലുണ്ടാകുന്ന തേയ്മാനത്തിന് ഇത്ര വരെ റിസൾട്ട് കിട്ടും എന്ന തെളിവ് അതാണ് ഇപ്പോൾ ജനങ്ങളെല്ലാം. ഞങ്ങൾക്ക് അങ്ങനെ 129 മെഡിസിൻസ് ഉണ്ട്. ഇപ്പോഴും റിസർച്ച് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ ഈയിടയ്ക്കായിട്ട് ഞങ്ങളൊരു ആയുർവേദിക് അനസ്തീഷ്യ ഇഞ്ചക്ഷൻ ഡെവലപ്പ് ചെയ്തു. ഇഞ്ചക്ഷൻ ഹർഷ, ഫസ്റ്റ് ടൈം ഇൻ ദ ഗ്ലോബ് എന്ന് പറയാം. അത് ആയുർവേദത്തിൽ പാരൻറ്റീറൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസിന് ഇതുവരെ നിയമപരമായിട്ട് പെർമിഷൻ ഇല്ല ഇപ്പോൾ. എന്നാൽ 56 രോഗങ്ങൾക്ക് ആയുർവേദത്തിൽ സർജറിക്ക് വേണ്ടി എൻ്റെ ഇളയ മകൾ MS ആയുർവേദ, മാസ്റ്റർ ഓഫ് ശല്യതന്ത്ര എന്ന അതിൻ്റെ MS-ൻ്റെ പൂർണ്ണ രൂപം, മാസ്റ്റർ ഓഫ് സർജറി എന്ന് മോഡേൺ മെഡിസിനിൽ പറയും. അപ്പോൾ അയാൾക്ക് 56 രോഗങ്ങൾ സർജറി ചെയ്യാനായിട്ട് പെർമിഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഉപയോഗിക്കുന്നത് ലോക്കലി മരയിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ലിഗ്നോകൈൻ, സൈലോകൈൻ എന്നൊക്കെ പറയുന്ന അലോപ്പതി മെഡിസിനാണ്. അത് നിയമവിരുദ്ധമല്ലേ? പക്ഷേ വേറെ മാർഗ്ഗമില്ലല്ലോ, ചെയ്തല്ലേ പറ്റൂ. പൈൽസ്, എനോറക്ടലായിട്ടുള്ള രോഗങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഗവൺമെൻറ് 56 രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ സർജറി ചെയ്യാൻ അനുമതി കൊടുക്കുകയാണെങ്കിൽ ഒരു അനസ്തീഷ്യ വേണമല്ലോ. ഈ ചിന്ത എന്നെ അതിലേക്ക് വേണ്ടി നയിപ്പിച്ചു. ഞങ്ങളുടെ റിസർച്ച് ടീം വളരെ സുസജ്ജമായ ഒരു ടീം ഞങ്ങൾക്കുണ്ട്. ഡോക്ടർ ഷാൻ ശശിധരനാണ് ഞങ്ങളുടെ റിസർച്ചിൻ്റെ ഡയറക്ടർ. ഞങ്ങൾ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തു. അതിന് ഇൻ്റർനാഷണൽ പാറ്റൻറ്റ് കിട്ടിക്കഴിഞ്ഞു. ഞങ്ങളത് ഇനി പ്രീ ക്ലിനിക്കൽ സ്റ്റഡി കഴിഞ്ഞു. ഒരു 20 രോഗികൾ ഡയറക്റ്റ്ലി ചെയ്തു. ആ വീഡിയോ ഉൾപ്പെടെയാണ് ഞങ്ങൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയുഷിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പാരൻറ്റീറൽ ആപ്ലിക്കേഷൻ ഇഞ്ചക്ഷന് വേണ്ടുന്ന പെർമിഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കിട്ടണം. എന്നാൽ മാത്രമേ ഇതിനെ ആയുർവേദിക് ഇഞ്ചക്റ്റബിൾ ആയിട്ട് എനിക്ക് സ്റ്റഡി നടത്തി പുറത്ത് കൊണ്ടുവരാൻ പറ്റൂ. അല്ലെങ്കിൽ വെസ്റ്റേൺ മെഡിസിനിൽ കൊടുക്കാം. വെസ്റ്റേൺ മെഡിസിനിൽ കൊടുത്താൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല, ഒരു മോളിക്കുളായിട്ടാണ് കാണുന്നത്. ഞാൻ കുറച്ചു കാലം കൂടെ വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ വെസ്റ്റേൺ മെഡിസിൻ ആക്കും. അവിടെ എനിക്ക് ബെനിഫിറ്റ് കിട്ടും. ഞാൻ ഇങ്ങനെ ഒരു പോളിസിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. സോ ഇത്രയും റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് ഇപ്പം എന്താ പറയുക, ഒരു ആയുർവേദിക് പ്രോഡക്ട്സിന്റെ ആഡ് ബാൻ എങ്ങനെയാണ് ഇത് ആളുകളിലേക്ക് എത്തിക്കുന്നത്? ബിക്കോസ് ഇത്രയും നല്ല പ്രോഡക്റ്റ് റേഞ്ച് ഉള്ള ഒരു ബ്രാൻഡ് ആൻഡ് കൈയും കാലും കെട്ടിയിട്ടിട്ട് നീന്താൻ പറയുന്ന ഒരു അവസ്ഥയാണ്. സോ ഹൗ ഡു യു മാനേജ് ദാറ്റ്? അത് നമ്മൾ നിയമം, ഇന്ത്യയിൽ നിയമം, ഞങ്ങൾ 100% നിയമത്തെ വിശ്വസിക്കുന്ന, നിയമം അനുശാസിച്ച് ജീവിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. 52-ൽ പരം രോഗങ്ങൾക്ക് മാജിക് റെമഡി ഒബ്ജക്ഷണബിൾ അഡ്വർടൈസ്മെൻറ്റ് ആക്ട് 1945 അത് പ്രകാരം പരസ്യം ചെയ്യാൻ പാടില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ആസ്മ പരസ്യം ചെയ്യാൻ പാടില്ല. ഇപ്പോൾ പങ്കജ കസ്തൂരി ആസ്മയുടെ മെഡിസിൻ എന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കുകയാണെങ്കിൽ നിയമപരമായിട്ട് എന്നെ ശിക്ഷിക്കാം. പക്ഷേ ശ്വാസതടസ്സം, ജലദോഷം, തുമ്മൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരസ്യം കൊടുക്കുന്നുണ്ട്. ആ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായ വാക്കുകളൊന്നും ഉപയോഗിക്കാതെ പരസ്യം കൊടുക്കുന്നു. അങ്ങനെ അപ്പോൾ ശരിക്കും ഈ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പം ഞാൻ നേരത്തെ പറഞ്ഞു 4 ഡിവിഷൻ ഉണ്ടെന്ന്. ഒരു മെഡിസിൻ ഡെവലപ്പ് ചെയ്യുക, ക്ലിനിക്കൽ ട്രയൽ പൂർത്തിയാകുക, പബ്ലിഷ് ചെയ്യുക, അതിൻ്റെ എല്ലാ പാരാമീറ്റേഴ്സും ആയിക്കഴിഞ്ഞാൽ സാധാരണ ഫാർമ കമ്പനികൾ ചെയ്യുന്നത് അത് എത്തിക്കൽ പ്രൊമോഷൻ. ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്നു, പേഷ്യൻസ് മരുന്ന് വാങ്ങുന്നു, അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ വാങ്ങിച്ചു വയ്ക്കുന്നു, സ്ഥാപനങ്ങൾ അവിടെ നിന്ന് കൊടുക്കുന്നു, അങ്ങനെയാണ്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ലെവലിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ 1 crore സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് എത്താൻ പറ്റുന്നില്ല. എൻഡ് ഓഫ് ദ ഡേ ഒരു മാനുഫാക്ചറർ എന്നുള്ള രീതിയിൽ എൻ്റെ പ്രോഡക്റ്റിൽ എനിക്ക് വിശ്വാസമുണ്ട് എങ്കിൽ, ആ പ്രോഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ക്ലിയർ ആണ് എനിക്ക് അറിയാമെങ്കിൽ, അതിൻ്റെ എഫിക്കസി ക്ലിനിക്കൽ ട്രയലിലൂടെ അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസിലൂടെ തെളിയിച്ച് അത് ഗുണകരമാണെന്ന് തെളിയിച്ചിട്ടുണ്ട് എങ്കിൽ, അതിൻ്റെ വില അമിതമായിട്ട് ഞാനൊരു പേഷ്യൻ്റിൽ നിന്നും വാങ്ങുന്നില്ല, ന്യായമായ വിലയെ വാങ്ങുന്നുള്ളൂ എങ്കിൽ എൻ്റെ യൂസറുടെ കയ്യിൽ എത്തിക്കുക എന്നുള്ള എൻ്റെ ധർമ്മമാണ്. അവിടെ ചില തരത്തിലുള്ള കുറുക്കു വഴികൾ, അവിടെ 100% ശരിയാണോ എന്ന് ചോദിച്ചാൽ എത്തിക്കലി സ്പീക്കിംഗ് അങ്ങനെ പാടില്ല എന്ന അഭിപ്രായമുണ്ട്. ഇല്ലെന്നല്ല, അങ്ങനെ നമുക്ക് എല്ലാം പരസ്യം ചെയ്യാനൊന്നും പാടില്ല. എന്നാൽ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പരസ്യം ചെയ്യുന്ന ഏത് പ്രോഡക്റ്റിനാണെങ്കിലും ഞങ്ങൾക്ക് ബാക്കപ്പിൽ ഡോക്ടർമാർ, ഇവിടെ മാത്രമല്ല ബോംബെയിലൊക്കെ ഉണ്ട് ഡോക്ടർമാർ. ഈ പരസ്യത്തിൽ ഡോക്ടർമാരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഓവർ ഫോൺ കൺസൾട്ട് ചെയ്യാം, അതിനുശേഷം നേരിട്ട് പോയി കൺസൾട്ട് ചെയ്യാം. അതിൻ്റെ സംവിധാനത്തോടു കൂടിയാണ് ഞങ്ങളിത് മാർക്കറ്റ് ചെയ്യുന്നത്. ശരിക്കും
OTC ആണെങ്കിലും ഒരു പകുതി എത്തിക്കൽ വേ ഓഫ് മാർക്കറ്റിംഗ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അല്ലാതെ ഉണ്ടാകുന്ന എത്തിക്കൽ മാർക്കറ്റിങ്ങിലും എല്ലാം എത്തിക്കലാണെന്ന് ചോദിച്ചാൽ ഇല്ല, കുറച്ച് അൺഎത്തിക്കലാണ് അവിടെ പൈസ കൊടുത്താൽ കൂടുതൽ എഴുതും, അങ്ങനെയൊക്കെയുള്ള ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല, അത് ശരിയല്ല. അതൊക്കെ മാർക്കറ്റിങ്ങിലുണ്ട്. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വാളിറ്റി നമുക്ക് അറിഞ്ഞിരിക്കണം, നമ്മൾ കൃത്യമായിട്ട് അതിനെപ്പറ്റി ഒരു ബോധവാനായിരിക്കണം, സമൂഹത്തെ ചീറ്റ് ചെയ്യുന്നില്ല, നിയമവിരുദ്ധമായി ഒന്നും ചെയ്യുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എൻഡ് യൂസറുടെ കൈ കിട്ടാനുള്ള അത്തരത്തിലുള്ള ചെറിയ മാർഗ്ഗങ്ങളൊക്കെ സ്വീകരിക്കാമെന്ന് വിശ്വസിക്കുന്നു, നിയമവിരുദ്ധമല്ലാതെ. ഓക്കെ. സോ മെഡിക്കൽ കോളേജിൽ ഉള്ള ഇൻപേഷ്യൻ്റ് ഔട്ട് പേഷ്യൻ്റ് ഒരു റേഷ്യോ, അതായത് ഇപ്പം ആയുർവേദം നമ്മൾ എപ്പോഴും കേൾക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു അലോപ്പതി പോലെ ഒരു ഡോക്ടറിനെ പോയി കണ്ടു, 5 ദിവസത്തേക്കുള്ള മരുന്ന് എഴുതി മേടിച്ചു, ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്നു, പോകുന്നു, പിന്നെ എല്ലാം ശരിയാവുന്നു. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അല്ല ആയുർവേദം. സോ യു ഹാവ് ഇൻ പേഷ്യൻസ് who will have to stay in the facility, dinacharya, not necessarily. Patient OP patients വരുന്നുണ്ട്, അവരുടെ രോഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു, പാരാമീറ്റേഴ്സ് എല്ലാം മോഡേൺ പാരാമീറ്റേഴ്സ് തന്നെയാണ്. ഇപ്പോൾ ഒരാൾ മുട്ടുവേദന എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് എക്സ്റേ എടുത്ത് അതിൻ്റെ ഗ്രേഡ് നോക്കി അതിൻ്റെ സിവിയറിറ്റി നോക്കി തന്നെയാണ് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ടാണ് ഡ്യൂറേഷൻ തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് ആസ്തമയാണ് എങ്കിൽ അതെന്താണ്, അലർജിക് ആസ്മ, അലർജിക് ബ്രോങ്കൈറ്റിസിൻ്റെ ഭാഗമാണ്. അലർജിക് ബ്രോങ്കൈറ്റിസ്, ആസ്മാറ്റിക് ബ്രോങ്കൈറ്റിസ്, ആസ്മ, COPD, അങ്ങനെയുള്ള ഓരോ സ്റ്റേജും മനസ്സിലാക്കിയിട്ടാണ് ഡ്യൂറേഷൻ ഓഫ് ദ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത, ഇപ്പോൾ പഴയ പോലൊന്നുമല്ല, ജനങ്ങളെല്ലാം വിജിലൻ്റാണ്. ജനങ്ങൾക്ക് ആയുർവേദത്തെപ്പറ്റി നോളജ് ഉണ്ട്. മീൻ ടൈം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് സേഫാണ്, ഇത് 100% അവർക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് ദോഷമില്ല എന്നൊരു ഉറപ്പ് വരുത്തുന്ന. അപ്പം പേഷ്യൻ്റ് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ലിവർ ഫംഗ്ഷനൊക്കെ നോക്കും, റീനൽ ഫംഗ്ഷനൊക്കെ നോക്കി മരുന്ന് കൊടുക്കും. 5-6 മാസം കഴിഞ്ഞാൽ നോക്കിക്കോളൂ. കാരണം ഇപ്പോൾ ആയുർവേദത്തിനെതിരെ ഒരുപാട് കിംവദന്തികൾ, പ്രത്യേകിച്ച് എറണാകുളത്തൊരു ഡോക്ടർ രാവിലെ മുതൽ വൈകുന്നേരം വരെ അയാൾക്ക് അത് തന്നെയാണ് പണി. അയാൾ പറയുന്നത് ആയുർവേദം കഴിച്ചുകൊണ്ടാണ് അയാൾ അറിയപ്പെടുന്നത് ലിവർ ഡോക്ടർ എന്നാണ്. അയാൾ ലിവർ ഡോക്ടർ എന്നല്ല, കിഡ്നി ഡോക്ടർ എന്നറിയപ്പെടാനാണ് യോഗ്യത. കാരണം അയാളുടെ സാഹചര്യങ്ങളെല്ലാം അങ്ങനെ വരുമ്പോൾ അയാൾ അറിയപ്പെടാൻ യോഗ്യത കിഡ്നി ഡോക്ടർ എന്നാണ്. അത് ഞാൻ കൂടുതൽ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടൊരു കേസുമൊക്കെ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അദ്ദേഹം അറിയപ്പെടേണ്ടത് കിഡ്നി ഡോക്ടർ എന്നാണ്. അത് പോട്ടെ, അദ്ദേഹം അറിയപ്പെടുന്ന ലിവർ ഡോക്ടർ എന്നാണ് അദ്ദേഹം സ്വയം പറയുന്നത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വരുന്ന പേഷ്യൻസ് എല്ലാം ആയുർവേദം കഴിച്ചിട്ട് അവരുടെ കിഡ്നി പോകുന്നു, ലിവർ പോകുന്നു എന്നാണ് പറയുന്നത്. ഉദാഹരണം, 42 വയസ്സുള്ള ഒരാൾ 41 വയസ്സും 9 മാസം വരെ അയാൾ അലോപ്പതിയോ മരുന്നെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനത്തെ 3 മാസം ഒരു ഡോക്ടറെ പോയി കാണുന്നു. കുറച്ച് അരിഷ്ടമോ, കുറച്ച് ഗുളികയോ, കുറച്ച് ബ്രീത്തീസിയോ, കുറച്ച് ഒർത്തോഹെർബോ അല്ലെങ്കിൽ ഏതെങ്കിലും മരുന്നുകളോ കഴിക്കുന്നു, മാർക്കറ്റിലുള്ളതോ പഴയതോ പുതിയതോ ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ അയാൾ ലിവർ പോകുന്നു. ഇതാണ് പൊതുവേ ഉള്ള ഒരു കൺസെപ്റ്റ്. അങ്ങനെയാണ് എങ്കിൽ ഈ 42 വർഷം കഴിച്ചതിനെ പറ്റി ഒന്നും പറയുന്നില്ല. അവസാനത്തെ 3 മാസം ഒരാളിൻ്റെയും ലിവർ 3 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ പോകുന്നതല്ല. നമ്മുടെ ലിവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ലിവറിൻ്റെതായ ഡീടോക്സിഫിക്കേഷൻ മെത്തേഡ്സ് ഉണ്ട്. ഓരോ അർത്ഥത്തിലും അതിൻ്റെതായ രീതിയിൽ നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലും ഇൻടോക്സിക്കേഷൻസ് ഉണ്ടായാൽ അതിനെ ഡീടോക്സിഫൈ ചെയ്ത് കളയാനുള്ള സെൽഫ് ഇമ്മ്യൂൺ മെക്കാനിസം നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളം എടുത്ത് നോക്കിയാലും അതിനകത്ത് കണ്ടാമിനൻസ് ഉണ്ട്. നാം കഴിക്കുന്ന ആഹാരം, ഈവൻ കഞ്ഞിവെള്ളം, വീട്ടിൽ ഉപയോഗിക്കുന്ന കഞ്ഞിവെള്ളം എടുത്ത് ടെസ്റ്റ് നോക്കിക്കോളൂ. അരി ഭംഗിയായിട്ട് കഴുകിയതിന് ശേഷമാണ് കഞ്ഞി വയ്ക്കുന്നതെങ്കിലും ആ കഞ്ഞിവെള്ളം ടെസ്റ്റ് ചെയ്തോ അതിനകത്തുകൊണ്ട് പെസ്റ്റിസൈഡോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഹെവി മെറ്റലുകളോ ഒക്കെ ഉണ്ട്. അപ്പോൾ ആയുർവേദം തന്നെ എല്ലാം ഹെവി മെറ്റലാണ് എന്നൊക്കെ പറയുന്ന ഒരു കിംവദന്തി പൊതുവേ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് 100% ശാസ്ത്രീയമായ ബേസോടുകൂടി മാത്രമേ പേഷ്യൻറ്റിനെ കൺവിൻസ് ചെയ്ത് നിങ്ങളുടെ ലിവർ ബിഫോർ ആൻഡ് ആഫ്റ്റർ, നിങ്ങളുടെ കിഡ്നി ബിഫോർ ആൻഡ് ആഫ്റ്റർ നമ്മൾ കാണിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പം ആയുർവേദ രംഗത്ത് പ്രവർത്തിക്കുന്നവരും കുറച്ചുകൂടെ വിജിലൻ്റ് ആയിട്ടുണ്ട്, പഴയ പോലെ അല്ല. ആധുനിക രീതിയാണ് ഇപ്പോൾ അൾട്രാസൗണ്ട് എന്നോ എക്സ്റേ എന്നോ ECG എന്നോ MRI എന്നോ ഒക്കെ പറയുന്നത് ശരിക്കും ടെക്നിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഓഫ് മോഡേൺ സയൻസ് ആണ്. അത് മോഡേൺ മെഡിസിൻ എന്ന് പറയാൻ പറ്റില്ല. മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഞങ്ങൾക്കൊരു മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റലുണ്ട്, നെയ്യാർ മെഡിസിറ്റി ഞങ്ങളുടേതാണ്. ഞങ്ങളൊരിക്കലും അലോപ്പതിക്കെതിരല്ല. അലോപ്പതിയിൽ അഡ്മിഷൻ കിട്ടാത്തതുകൊണ്ട് ആയുർവേദം എടുത്ത ആളാണ് ഞാൻ. എല്ലാവർക്കും ഇപ്പോഴും MBBS ആണല്ലോ ആദ്യം നിൽക്കുന്നത്. എന്തുകൊണ്ടാണ്? സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് കൂടുതൽ ഇൻകൾക്കേറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സാണ്. മോഡേൺ മെഡിസിൻ അത്രമാത്രം അഡ്വാൻസ്ഡ് ആണ്. അതിനെ എല്ലാവരും ബഹുമാനിക്കുന്നു, ഞാനും ബഹുമാനിക്കുന്നു. പക്ഷേ അതിനകത്തുള്ള ചില ഡോക്ടേഴ്സിൻ്റെ പുഴുക്കുത്തുകൾ അതിനകത്ത്, അതാണ് ഞാൻ ഈ ചൂണ്ടിക്കാട്ടിയത്. അങ്ങനെയല്ല, ആയുർവേദം മോശമാണ്, ആയുർവേദം എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് പറയുന്ന കൺസെപ്റ്റ് മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് ഞാൻ പറയാൻ വേണ്ടി സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പം നമ്മൾ സംസാരിച്ച് വന്ന കാര്യം ഇസ് അബൌട്ട് ഔട്ട് പേഷ്യൻറ്റ്, ഇൻ പേഷ്യൻറ്റ്. ഔട്ട് പേഷ്യൻറ്റ് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ ഒരു 100 പേഷ്യൻ്റ് വരികയാണെങ്കിൽ അതിൽ
ഒരു 10 പേഷ്യൻ്റ് 15 പേഷ്യൻ്റ് ആയിരിക്കും ക്രോണിക് ആയിട്ടുള്ള ഇൽനെസ് ഉള്ള ആൾക്കാർ. ഉദാഹരണം വെച്ചാൽ ലംബാർ സ്പോണ്ടൈലോസിസ്, ഏതെങ്കിലും തരത്തിലുണ്ടാകുന്ന ഡിസ്ക് ബൾജ്, അല്ലാതെ റൂട്ട് ഇൻഡൻറ്റേഷൻ ഓഫ് പീക്കൽ സാക്ക്, നെർവ് റൂട്ട് ഇംപിഞ്ച്മെൻറ്റ്, അങ്ങനെ ഇഫേസ്മെൻറ്റ്, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുകയാണ് എങ്കിൽ ഡിസ്ക് ബൾജ്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കിടത്തി ചികിത്സ അത്യാവശ്യമാണ്. അത് എക്സ്റേയോ MRIയോ എടുത്ത് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇവാലുവേറ്റ് ചെയ്ത് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം അവരോട് ഇൻപേഷ്യൻസ് പറയുന്നു. അല്ലാതെ ഒരു ആസ്മ പേഷ്യൻ്റ് വരുമ്പോൾ അവർക്ക് ഇൻപേഷ്യൻ്റ് ആവശ്യമില്ല. സോറിയാസിസ് ഇൻപേഷ്യൻ്റ് ആവശ്യമില്ല. സോറിയാസിസ് ചില പേഷ്യൻറ്റിൽ ചിലപ്പോൾ ആദ്യം ഒരു ഡീടോക്സിഫിക്കേഷന് വേണ്ടി ചിലപ്പോൾ ഒരാഴ്ച കിടത്തിയെന്ന് വരും. അല്ലാതെ അങ്ങനെ ഇപ്പോൾ എക്സിമ പോലുള്ള രോഗങ്ങളിലൊക്കെ ഞങ്ങൾ മെഡിസിൻ കൊടുത്തയക്കുകയാണ്. OP ആയിട്ട് തന്നെയാണ്. 10% മാത്രമേ ഉള്ളൂ IP ആയിട്ട് കിടന്ന് ചികിത്സയുടെ ആവശ്യം വരുന്നുള്ളൂ. പിന്നെ ഇപ്പം വേറെ പ്രത്യേകത, ആയുർവേദത്തിൻ്റെ വേറൊരു പ്രത്യേകത, ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റും, ജനങ്ങളെല്ലാം കൂടുതൽ ആയുർവേദത്തെ പറ്റി അറിയുന്നു. അപ്പോൾ ഈ സുഖചികിത്സ എന്ന് പറയുന്ന ഇപ്പം റെജുവിനേറ്റീവ് തെറാപ്പി, ആയുർവേദത്തിൽ ശമന ചികിത്സ, ശോധന ചികിത്സ, സ്വാസ്ഥ്യ ചികിത്സ എന്ന് പറയും. അപ്പോൾ സ്വസ്ഥം എന്ന് പറയുമ്പോൾ സ്വാസ്ഥ്യ ചികിത്സ, റെജുവിനേറ്റീവ് ട്രീറ്റ്മെൻറ്റ്. ഒരു രോഗമില്ലാത്തവർ പോയിട്ട് 2 ദിവസം 3 ദിവസം ഓയിൽ മസാജ് ചെയ്ത് ഒരു റിലാക്സേഷൻ, റെജുവിനേഷൻ, അതിന് സ്വാസ്ഥ്യം എന്ന് പറയും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതിനും ആൾക്കാർ വരുന്നുണ്ട്. അക്സെപ്റ്റൻസ് കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചില ഭാഗത്തൊക്കെ മോഡേൺ ഡോക്ടേഴ്സിൽ ചില ഒരു വിഭാഗം മാത്രം ആയുർവേദത്തിനെതിരെ കിംവദന്തികൾ പറഞ്ഞ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്. സോ നമ്മൾ ഓൾസോ ഡയഗ്നോസ്റ്റിക്സിന്റെ കാര്യം പറഞ്ഞു അല്ലേ, ഇപ്പം സ്കാൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഹൗ മച്ച് ഡസ് മോഡേൺ എന്താ പറയുക ഡയഗ്നോസ്റ്റിക്സ് ഹെൽപ്പ് ആയുർവേദ? അത് എത്രത്തോളം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്? അത് പറയുകയാണെങ്കിൽ വളരെ ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ് ആയുർവേദത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും ബാക്കി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള. അത് വെറും കേവലം നാഡീ പരീക്ഷ. ഞാൻ ചോദിക്കാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് വൈദ്യന്മാർ നാഡി പിടിച്ചു. ഇപ്പോഴും പണ്ടെന്നല്ല, ഇപ്പോഴും ഞാൻ ഒരു രോഗിയുടെ നാഡി നോക്കിയാൽ തന്നെയാണ് ഇപ്പോഴും ഡയഗ്നോസ് ചെയ്യുന്നതും നാഡി നോക്കി തന്നെയാണ് ഞാൻ ചികിത്സിക്കുന്നത്. എൻ്റെ കൂടെ ഇരിക്കുന്ന ജൂനിയർ ഡോക്ടേഴ്സിന് ഇപ്പോൾ എനിക്ക് എൻ്റെ 2 മക്കളും ആയുർവേദ ഡോക്ടേഴ്സാണ്. അവർക്ക് എൻ്റെ നാഡീ പരീക്ഷ വിധി പറഞ്ഞു കൊടുക്കുക അത് ഗ്രാജുവലി ഒരു ദിവസം കൊണ്ട് പറ്റില്ല. അത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ്. ഞാൻ ഈ കഴിഞ്ഞ 42 വർഷമായിട്ട് ഇത് തന്നെയാണ് ജോലി. അതുകൊണ്ട് എനിക്ക് അതിലൂടെ കുറേ നാഡീ പരീക്ഷ കൺക്ലൂസീവ് അല്ല എങ്കിലും നമുക്ക് പണ്ട് കാലങ്ങളിൽ 5000 വർഷങ്ങൾക്ക് മുമ്പേ ആയുർവേദത്തിൽ എഴുതിയിട്ടുള്ള മെത്തഡോളജികളൊക്കെ അതേപടി പാലിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യം മാറി. അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന വൈദ്യശ്രേഷ്ഠന്മാർ നോക്കിയിരുന്ന മെത്തേഡ് വേറെ. ഇന്ന് ആ ഭാഗത്താണ് എന്നെപ്പോലെ നിരക്ഷര കുട്ടികളവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുറേ കുറവുകൾ അതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ മോഡേൺ സയൻസും ടെക്നോളജിയും ഒക്കെ കൂടെ ഇതിനകത്ത് യൂസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു കഴുത്തുവേദന വരുന്നു. ആ കഴുത്തുവേദന വന്നു കഴിഞ്ഞാൽ നിർബന്ധമായും എക്സ്റേ എടുത്ത് എന്താണ് അവസ്ഥ എന്ന് മനസ്സിലാക്കിയിട്ട് ചികിത്സിക്കാൻ പറ്റൂ. നടുവേദന വരുന്നു, വെറും മസ്കുലർ സ്പാസമാണോ, അതായത് സ്പോണ്ടൈലൈറ്റിസ് അത് വല്ലതുമാണോ, അതോ സ്പോണ്ടൈലോസിസ് ആണോ, അവിടെ ഏതെങ്കിലും തരത്തിലുണ്ടാകുന്ന സ്പോണ്ടൈലൈസിസ് എന്നുള്ള അവസ്ഥയുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലേക്ക് വേണ്ടി എക്സ്റേയോ അല്ലെങ്കിൽ MRI നിർബന്ധം. അതുപോലെ തന്നെ ബാക്കി പാരാമീറ്റേഴ്സ്, ഷുഗർ. പണ്ട് 5000 വർഷങ്ങൾക്ക് മുമ്പേ ആയുർവേദത്തിൽ ഷുഗറിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നു. വൈദ്യൻ നോക്കി അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്നിടത്ത് ഉറുമ്പ്, അതായിരുന്നു അന്നത്തെ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ്. ഇപ്പം അതൊക്കെ പറ്റി അതൊന്നും മറ്റൊരു കാര്യമില്ല. ഇപ്പം ആൾക്കാർ വാഷ്റൂമിലല്ലാതെ വേറെ ഒന്നും മൂത്രം ഒഴിക്കുന്നത് കാണാനില്ല. പിന്നെ എങ്ങനെ മൂത്രത്തിൽ ഉറുമ്പ് ഒഴിക്കുന്നത് കണ്ടിട്ട്. അപ്പം ആധുനിക ശാസ്ത്രത്തിനനുസരിച്ചിട്ട് ആയുർവേദ ഡോക്ടർമാർ വളരണം. ആധുനികമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും കൂടെ കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുള്ള ഒരു മെത്തേഡ് വേണം. ഞാൻ പഠിച്ച കാലം മുതൽ തന്നെ അത്തരം പഠിച്ചിറങ്ങി അന്ന് മുതൽ തന്നെ ഇതൊക്കെ സൂക്ഷിച്ചു പോകുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഇപ്പം ഞങ്ങളുടെ പുതിയ തലമുറയിൽ നമുക്കിവിടെ പഠിപ്പിക്കുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളതുകൊണ്ട് പറയാൻ പറ്റും എന്തെല്ലാം മെത്തേഡ്സാണ് നിർബന്ധമായും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അവിടെ സ്കാനിങ്ങും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ഞങ്ങൾ ആധുനിക സാഹചര്യങ്ങളാൽ എല്ലാവിധമായ ഇൻവെസ്റ്റിഗേറ്റീവ് ടൂൾസും ഉപയോഗിച്ച് ഡയഗ്നോസ് ചെയ്യുന്നു. അത് പാരാമീറ്റേഴ്സ് എല്ലാം നോക്കി തന്നെയാണ് അതിൻ്റെ പ്രോഗ്നോസിസും തീരുമാനിക്കുന്നത്. സോ ഇപ്പോൾ നെയ്യാർ മെഡിസിറ്റിയുടെ കാര്യം പറഞ്ഞു. എത്രത്തോളമാണ് നെയ്യാർ മെഡിസിറ്റി ആൻഡ് പങ്കജ കസ്തൂരി മെഡിക്കൽ കോളേജ് കണക്റ്റഡ്, റിലേറ്റഡ്? മാനേജ്മെൻറ്റ് രണ്ടിൻ്റെയും ഒന്നൊന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു റിലേഷനും ഇല്ല. ഒരു കാരണവശാലും അതിനകത്ത് ആയുർവേദത്തിൻ്റെ ഒരു മരുന്ന് ഉപയോഗിക്കുന്നില്ല. അത് ടോട്ടലി അവിടെ ഡോക്ടർമാരുടെ പ്രൊറോഗേറ്റീവ്, അവർക്ക് തീരുമാനിക്കുക, അവരെന്ത് ഡിസൈഡ് ചെയ്യുന്നു. അവിടെ ആയുർവേദത്തിൻ്റെ ഒന്നുമില്ല. എന്നാൽ ഇതിനകത്ത് അലോപ്പതിയുമില്ല. ഒരു പാരസെറ്റമോൾ പോലും കൊടുക്കില്ല. നമുക്ക് എല്ലാത്തിനും ഇവിടെ മെഡിസിൻസ് ഉണ്ട്. അവിടെ അവരുടേതായ രീതിയിലുള്ള അവരുടെ മെഡിസിൻസ്. അവരുടെ ഒരു കാര്യത്തിലും മാനേജ്മെൻറ്റ് ഇടപെടത്തേയില്ല. അത് മാനേജിങ് ഡയറക്ടർ മോഡേൺ ഡോക്ടറാണ്. ബാക്കി അവരുടേതായ രീതിയിൽ മോഡേൺ പാരാമീറ്റേഴ്സ് മാത്രമാണ് അവിടെ. അവരുടെ ക്വാളിറ്റി, അവരുടെ രീതി, അവരുടെ പ്രോട്ടോകോൾ
അതിനകത്തൊന്നും മാനേജ്മെൻറ്റ് ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതല്ലാതെ ബാക്കിയൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ കുട്ടികൾക്ക് ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഉണ്ട്, അതെല്ലാവർക്കും വേണം, നിർബന്ധമാണ്. ഇപ്പം ഞങ്ങളുടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത്ര ഡെലിവറി കണ്ടിരിക്കണമെന്നുണ്ട്, ഇത്ര സർജറി കണ്ടിരിക്കണമെന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ആ കുട്ടികൾക്ക് പോസ്റ്റിംഗ് കൊടുക്കുന്നുണ്ടെന്നല്ലാതെ വേറെ ഒരു തരത്തിലും അവിടെ മാനേജ്മെൻറ്റ് ആയുർവേദം എന്നുള്ള ഒന്നും അവിടെ ഒരുപക്ഷെ ആർക്കും അറിഞ്ഞുപോലും കൂടായിരിക്കും ഇത് അല്ല, അതറിയാം. അല്ലാതെ ഇപ്പം ആയുർവേദത്തിനെ പറ്റി ഒന്നും അവർക്ക് ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. ആയുർവേദത്തെ പറ്റി അവിടെ പറയാറുമില്ല. ആയുർവേദം വേറെ, അത് വേറെ, രണ്ടായിട്ട് കാണുന്നു. ഞാൻ മോഡേൺ മെഡിസിനെയും ആയുർവേദത്തെയും ഒരുപോലെ ബഹുമാനിക്കുന്നു. പിന്നെ എൻ്റെ ശാസ്ത്രമായതുകൊണ്ട് ഞാൻ ആയുർവേദത്തെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. സ്നേഹം കൂടുതലാണ്. കാരണം അതിലുള്ള അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ട്. ഞാൻ പറഞ്ഞില്ല, കോവിഡിന് മെഡിസിൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ലോകത്തെ ആദ്യത്തെ കോവിഡിൻ്റെ ക്ലിനിക്കൽ ട്രയൽ നടത്തിയത് ഞാൻ എൻ്റെ മെഡിസിനാണ്. സിഞ്ചിവീർ എന്ന് പറഞ്ഞ ഒരു മെഡിസിനാണ്. അത് എത്രയോ പേർക്ക് ഞങ്ങളുടെ ആയുർവേദ കോളേജിൽ 100 ബെഡ് ഹോസ്പിറ്റൽ, 100 ബെഡ് രോഗികളെ കിടത്തി ഞങ്ങൾ RT-PCR 8 ദിവസത്തിന് മുന്നേ എല്ലാവർക്കും, അതിൽ 3 പേര് വിട്ടുപോയി, 90 ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ടായിരുന്നു. 97 പേരും 8 ദിവസം, ഒരാൾ മാത്രമാണ് 8 ദിവസം, 10-15ഓളം പേര് 7 ദിവസം, ബാക്കി എല്ലാം 6 ദിവസം. അതിന് മുന്നേ RT-PCR നെഗറ്റീവായി ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പ്ലോസം എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ജേർണലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഡബിൾ ബ്ലൈൻഡ് പ്ലാസിബോ കൺട്രോൾഡ് ക്ലിനിക്കൽ ട്രയൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ, കേരളത്തിന് പുറത്തുള്ള മെഡിക്കൽ കോളേജുകളിൽ ക്ലിനിക്കൽ ട്രയൽ നടത്തി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ കൊടുത്തതാണ്. അതാണ്. അപ്പോൾ അതുകൊണ്ട് ആയുർവേദത്തിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല, എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ സർജറിയുടെ കാര്യം പറഞ്ഞത്. സർജറി അല്ല, അനസ്തീഷ്യയുടെ കാര്യം പറഞ്ഞു. അനസ്തീഷ്യ ഞങ്ങളിപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ആയുർവേദ ആൻറ്റിബയോട്ടിക്സ്. അപ്പോൾ ആയുർവേദത്തിൽ ഇതൊന്നും ഇമ്പോസിബിൾ അല്ല. എനിത്തിങ് ആൻഡ് എവരിതിങ് പോസിബിൾ പ്രൊവൈഡഡ് ഷുഡ് ബി ഹൈലൈറ്റഡ് ത്രൂ മോഡേൺ ടെക്നോളജീസ് ആൻഡ് ടെക്നിക്സ്. എങ്കിൽ മാത്രമേ സമൂഹം അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ അഗൈൻ ഇപ്പം പണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആയുർവേദിക് മെഡിസിൻ കളക്ട് ചെയ്യാന്ന് വെച്ചാൽ ഒരു കാട്ടിലോട്ട് പോവുക, അവിടെ കണ്ടറിയാം നമുക്ക്. അത് പ്രാക്ടീസ് ചെയ്യുന്ന വൈദ്യന്മാർക്ക് അല്ലെങ്കിൽ അവരുടെ അസിസ്റ്റൻസിന് ഒരു ഇല കണ്ടാൽ അറിയാം, അല്ലെങ്കിൽ ഒരു വള്ളി കണ്ടാൽ അറിയാം, അല്ലെങ്കിൽ ഒരു റൂട്ട് കണ്ടാൽ അറിയാം എന്ത് മരുന്നിൻ്റെ ആണെന്ന്. ബട്ട് ടുഡേ ദാറ്റ് ഇസ് നോട്ട് ദ കേസ്. നമ്മൾ എന്താ പറയുക, കൃഷി ചെയ്യാണ് മോസ്റ്റ് ഓഫ് ദീസ് മെഡിസിൻസ്. അപ്പം നേരത്തെ നമ്മൾ റോ മെറ്റീരിയലിൽ ഹെവി മെറ്റൽ കണ്ടാമിനേഷൻ്റെ കാര്യം പറഞ്ഞു. വിത്ത് സോ മച്ച് കണ്ടാമിനേഷൻ ഇൻ ദ സോയിൽ ഓൾറെഡി, ഹൗ ഡു യു ടാക്കിൾ ദാറ്റ് പ്രോബ്ലം? ഓഫ്കോഴ്സ് നല്ല ചോദ്യമാണ്. പണ്ട് കാലങ്ങളിൽ റോ മെറ്റീരിയൽസ് എല്ലാം കാട്ടിൽ പോയി വൈദ്യശ്രേഷ്ഠന്മാരൊക്കെ എല്ലാം അറിയാമായിരുന്നു. നമ്മൾ നിൽക്കുന്ന ഇതൊരു ഹെർബൽ ഗാർഡനാണ്. ഇതിനകത്ത് 50-ൽ പരം ആയുർവേദ അമൂല്യങ്ങളായ ആയുർവേദ അല്ലെങ്കിൽ അസുലഭമായ ആയുർവേദ ദ്രവ്യങ്ങൾ ഇവിടെ ഉണ്ട്. അത് ഞങ്ങളെ കുട്ടികൾക്ക് പഠിക്കുന്നതിലേക്ക് വേണ്ടി മോർ ദാൻ 200 പ്ലാന്റ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ ഏകദേശം 50-ന് മേൽ 100-നകത്ത് പ്ലാന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും എല്ലാം പഠിക്കണം. പക്ഷേ പഠിക്കുന്നുണ്ടെങ്കിലും റോ മെറ്റീരിയൽ ഐഡൻറ്റിഫിക്കേഷൻ അത്ര പ്രായോഗികമൊന്നുമില്ല. ഞാനിപ്പം ഇത്രയും വർഷമായതുകൊണ്ട് എനിക്കറിയാവുന്നതുപോലെ എല്ലാവർക്കും അറിയണമെന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഇൻഹൗസ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. എല്ലാ മാനുഫാക്ചറിങ് യൂണിറ്റുകാർക്കും സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഞങ്ങൾ വിധത്തിൽ അങ്ങനത്തെ റോ മെറ്റീരിയൽസ് എടുത്തിട്ട് അതിനൊരു മെത്തേഡുണ്ട്. ആ മെത്തേഡ് പ്രകാരം ടെസ്റ്റ് ചെയ്ത് ഇന്നതാണെന്ന് മനസ്സിലാക്കുന്ന ഇൻഹൗസ് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാത്ത ഒരു മെഡിസിനും ഞങ്ങൾ അക്സെപ്റ്റ്. ഞങ്ങളുടെ ക്വാളിറ്റി എന്ന് വെച്ചാൽ ക്വാളിറ്റിയും പ്രൊഡക്ഷനും എപ്പോഴും ടെക്ക് ഓഫ് വാറിലാണ്. ക്വാളിറ്റി റിജക്റ്റ് ചെയ്താൽ റിജക്റ്റ് ചെയ്തു, ആ സാധനം പിന്നെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അത്രമാത്രം ഞങ്ങളുടെ ഫാക്ടറി എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ WHO GMP സർട്ടിഫൈഡ് ആയുർവേദിക് മെഡിസിൻ മാനുഫാക്ചറിങ് യൂണിറ്റാണ്. WHO GMP, കേരള GMP എല്ലാവർക്കും ഉണ്ട്. WHO GMP സർട്ടിഫൈഡ് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അത്രമാത്രം ക്വാളിറ്റി. വേറൊന്ന്, ഈ റോ മെറ്റീരിയൽസിൻ്റെ ഇതിന് കണ്ടാമിനൻസ്. അഫ്കോഴ്സ് നമ്മൾ വെറുതെ ഇപ്പോൾ ഒരു ഔഷധം എടുത്ത് കുറുന്തോട്ടി എടുത്ത് അതിൻ്റെ വേരെടുത്ത് നോക്കിയാലും അതിനകത്തും ലെഡ് കാണും, ആഴ്സനിക് കാണും, മെർക്കുറി കാണും. കാരണം ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇപ്പം ഏതെങ്കിലും ഒരു ട്യൂബ് ലൈറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ ആൾക്കാരെടുത്തങ്ങ് എറിയും. അതിലൂടെ നേരെ അവിടെ നിൽക്കുന്ന റോ മെറ്റീരിയൽസിലാണ് പോകുന്നത്. ഞങ്ങൾ തന്നെ അത്തരം റോ മെറ്റീരിയൽസിൽ ഉണ്ടാകുന്ന കണ്ടാമിനൻസിനെ ഡിസാം ചെയ്ത് കളയുന്നതിലേക്ക് വേണ്ടിയുള്ള സൊല്യൂഷനും കണ്ടെത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ മെഡിസിൻസ് എല്ലാം ആ തരത്തിൽ നോക്കി പാരാമീറ്റേഴ്സ് എല്ലാം ഞങ്ങളിപ്പം സമീപഭാവിയിൽ അധികം വൈകാതെ ഞങ്ങളുടെ ലേബലിനകത്ത് QR കോഡ് സ്കാൻ ചെയ്യുന്ന സംവിധാനം വരാൻ പോവുകയാണ്. അതിലൂടെ ഒരാൾ മേടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് QR കോഡ് സ്കാൻ ചെയ്താൽ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഓഫ് അനാലിസിസ് ഉൾപ്പെടെ ഓരോ റോ മെറ്റീരിയൽ സർട്ടിഫിക്കറ്റ് അനാലിസിസ് ഉണ്ടാകും. അത് എന്ന് പർച്ചേസ് ചെയ്തു, മാനുഫാക്ചർ ചെയ്തു, അതിൻ്റെ ഇപ്പോഴത്തെ
എൻ്റെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് എന്താണെന്ന തരത്തിൽ ആ തരത്തിലുള്ള എല്ലാവിധമായ ആധുനിക സംവിധാനങ്ങളും കൂടിയുള്ള ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വരുന്നത്. ആ തരത്തിലേക്ക് ആയുർവേദക്കാരെല്ലാം ഉയരണം. ക്വാളിറ്റി ജനങ്ങൾക്ക് അക്സെപ്റ്റൻസ് കൂടുമ്പോൾ, ആയുർവേദത്തിന് സ്വീകാര്യത കൂടി വരുമ്പോൾ ആയുർവേദ രംഗത്ത് പ്രവർത്തിക്കുന്നവരും മോഡേണൈസ് ചെയ്ത് വരേണ്ടി വരും. അതാണ് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ലീഫി വെജിറ്റബിൾസും ചില വെജിറ്റബിൾസും ഒക്കെ ഈ അക്വാപോണിക്സ് വഴി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആയുർവേദത്തിൽ അക്വാപോണിക്സിനെ പറ്റി ഞങ്ങൾ ഞങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പം ബ്രഹ്മി അതുപോലെ പല പ്ലാന്റ്സും ഇപ്പോൾ അക്വാപോണിക്സിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അക്വാപോണിക്സിലൂടെ ചെയ്യുമ്പം സോയിൽ വരുന്നില്ല, വെറും വെള്ളത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി പാരാമീറ്റേഴ്സിൽ എന്തെങ്കിലും ന്യൂനതകൾ വരുന്നുണ്ടോ ഇതുവരെ പരിശോധിച്ചതിൽ അങ്ങനെയൊന്നും കാണുന്നില്ല. എന്നിരുന്നാലും അതും നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ അതിനെപ്പറ്റി ആലോചിക്കാൻ. കണ്ടാമിനേഷൻ കുറേ, ഉദാഹരണം ഈ ലീഫി, ഇപ്പോൾ ഉദാഹരണം ബ്രഹ്മി, അതുപോലുള്ള മുരിങ്ങയില, അങ്ങനെയുള്ള ഇലകൾ ഇലകൾ ആവശ്യമായിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ഒരുപക്ഷെ സീഡോ അല്ലെങ്കിൽ ബാർക്കോ അല്ലെങ്കിൽ റൂട്ടോ ഉപയോഗിക്കുന്നതിനേക്കാളും ഇലകൾ ഉപയോഗിക്കുന്നതിന് അക്വാപോണിക്സ് കുറേ കൂടെ മനോഹരമായിരിക്കുമെന്ന് എൻ്റെ ചിന്തയാണ്. അത് ഇതുവരെ തെളിയിച്ചിട്ടില്ല. നമ്മൾ ശാസ്ത്രീയമായി അതിൻ്റെ പിറകെയാണ്. അക്വാപോണിക്സ് വരുന്ന കാലഘട്ടങ്ങളിൽ മാത്രമല്ല കൾട്ടിവേഷൻ ഈസിയാണ്. കുറഞ്ഞ കാലം കൊണ്ട് ധാരാളം കൾട്ടിവേഷൻ ചെയ്യാൻ പറ്റും. ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റ്, ഒരു 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ ഒരു ചെറിയ മാനുഫാക്ചർക്ക് ആവശ്യമുള്ള എല്ലാം അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും. അത്രമാത്രം. അത് മാത്രമല്ല ഇക്കണോമിക്കലി വയബിൾ ആയിട്ട് ഒരു ബിസിനസ്സായിട്ടും കൂടെ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലേക്ക് പുതിയ തലമുറയിലെ ആൾക്കാർ അങ്ങോട്ടേക്ക് വരുമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ഒരു എന്താ പറയുക കണ്ടിജൻസി മാറ്റാൻ പറ്റും. കാരണം ഇപ്പം കണ്ടാമിനേഷൻ ഞാൻ പറഞ്ഞല്ലോ, എന്തിലും കണ്ടാമിനേഷനാണ്. ആ കണ്ടാമിനേഷൻ നമുക്ക് നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഏഷ്യൻ സ്റ്റാൻഡേർഡിൽ കുറേ നമുക്കൊരു പെർസെൻറ്റേജ് ഒരു എന്താ പറയുക സൗജന്യം തന്നിട്ടുണ്ട്. അതും കാരണം ഇവിടുത്തെ സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള കണ്ടാമിനൻസ് കൂടുതലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. സോ മറ്റൊരു കാര്യം എന്താ പറയുക, ആയുർവേദത്തിനെയും അലോപ്പത്തിനെയും കമ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കാണുന്ന ഒരു കാര്യമാണ് എമർജൻസി മെഡിസിൻ. നമുക്കിപ്പോൾ ഒരു കൈ ഒടിഞ്ഞു അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു അലർജിക് അറ്റാക്ക് വന്നു, നമ്മൾ ഒരിക്കലും ഒരു ആയുർവേദ ഹോസ്പിറ്റലിലോട്ട് പോകുന്നതിനെ പറ്റി ചിന്തിക്കില്ല. നമ്മൾ എത്രയും പെട്ടെന്നൊരു അലോപ്പത്തി ഹോസ്പിറ്റൽ എമർജൻസി വിങ്ങിലോട്ട് എത്തിക്കാൻ, ലൈക്ക് പാമ്പ് കടിച്ചു, തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പം അതിനെ പറ്റിയുള്ള എന്താണ്? നമ്മൾ ആയുർവേദത്തിൻ്റെ ലിമിറ്റേഷൻസിനെ പറ്റി ബഹുമാനത്തോടു കൂടി ഓർത്തേ പറ്റൂ. പണ്ട് കാലങ്ങളിൽ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ പാമ്പ് ചികിത്സ വളരെ വിശേഷമായിട്ട് ചെയ്തിരുന്ന ആയുർവേദ സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ അവിടെ ഒരു റിസ്ക് ഉണ്ട്. ഞാൻ പറയുന്നത്, എനിക്ക് എൻ്റെ അറിവിൽ ആരെങ്കിലും പാമ്പ് കടിച്ചോ നേരെ പോയി ആൻറ്റിവെനം കുത്തിവെക്കുക എന്ന് പറയും. അവിടെ നമ്മുടെ ശാസ്ത്രത്തിന് എന്ത് കുറവ്? അങ്ങനെയൊന്നുമില്ല. നമ്മുടെ മേഖലകൾ, നമുക്ക് കഴിയാത്ത മേഖലകളെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ആയുർവേദ ഡോക്ടറുടെ ഏറ്റവും വലിയ കഴിവ്. അയാൾ നിർബന്ധമായിട്ട് അയ്യോ ഇതെനിക്ക് കഴിയില്ല, നിങ്ങൾ പോയി സർജറി ചെയ്യൂ എന്ന് പറയണം. എന്നാൽ ഒരു ഫ്രാക്ചർ, ഞാൻ എൻ്റെ തുടക്കകാലങ്ങളിലൊക്കെ എത്രയോ കാലം ഫ്രാക്ചർ ഡിസ്ലൊക്കേഷനൊക്കെ ഇപ്പോഴും ഞാൻ ഷോൾഡർ ഡിസ്ലൊക്കേഷനൊക്കെ വേറൊരു ആൾ ചെയ്യുന്നതിനേക്കാളും ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് കൊണ്ട് ഞാൻ ഷോൾഡറൊക്കെ പിടിച്ചിടാൻ എനിക്ക് അതൊക്കെ അറിയാം. പക്ഷേ എങ്കിലും ജനങ്ങൾ ഇന്ന് അതൊന്നും ആഗ്രഹിക്കുന്നില്ല. ജനങ്ങളുടെ മനസ്സും കൂടെയാണ്. അപ്പോൾ എമർജൻസി കെയറിലേക്ക് ഒരു എമർജൻസി മാനേജ്മെൻറ്റ്, ഒരു ആൻറ്റിവെനം കുത്തിവെക്കണം, ഒരു ട്രോമ ഉണ്ടായി, അവിടെ ആയുർവേദം പരാജയമാണ്. എന്തിനാ അങ്ങനെ പറയണേ? ഇല്ലെന്ന് പറയണേ. അതിനെ എനിക്ക് ഞങ്ങൾ എമർജൻസി മാനേജ് ചെയ്യും, പക്ഷേ ആൾക്കാർ വരുന്നില്ല. അത് പറഞ്ഞ ശുദ്ധ മണ്ടത്തരമാണ്. എമർജൻസി കെയർ നിർബന്ധമായും മോഡേൺ മെഡിസിൻ്റെ ആൾക്കാർ അവിടെ പോകണം. ആൻറ്റിവെനം കുത്തിവെക്കേണ്ടി വന്നാൽ കുത്തിവെക്കണം. ആയുർവേദത്തിൽ ഇല്ലെന്നല്ല പറയുന്നത്. ഇപ്പോഴും പാമ്പ് വിഷം ചികിത്സിക്കുന്ന വൈദ്യന്മാരുണ്ടാകാം. ഞങ്ങൾക്ക് അതിന് പരിമിതമായ അറിവേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരം കേസ് വന്നാൽ, ഒരു ഫ്രാക്ചർ വന്നാൽ, ഒരു സർജിക്കൽ, ഇപ്പം ഓറിഫ് എന്ന് പറയും, ഓപ്പൺ ഡിഡക്ഷൻ ഇന്റേണൽ ഫിക്സേഷൻ, അതാണ് പേഷ്യൻ്റ് ആഗ്രഹിക്കുന്നെങ്കിൽ പൊക്കോട്ടെ. ഒരു ട്രോമ വന്നു, ഒരു ആക്സിഡൻറ്റ് വന്നു, അപ്പം ശരിക്കും ഒരു പോളി ട്രോമയായിട്ട് വരുന്നു. അവിടെ ആയുർവേദം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പേഷ്യൻറ്റിൻ്റെ ജീവൻ നിലനിർത്തുകയാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. ജീവൻ്റെ നിലനിൽപ്പാണ്. ആയുർവേദത്തിന് ഇല്ലാത്ത മേഖലകളിൽ ഉണ്ട് എന്ന് പറഞ്ഞ് തള്ളാതിരിക്കുക എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് എല്ലാ ആയുർവേദക്കാർക്കും ഇത് ബാധകമാണ്. കാരണം നമുക്ക് എമർജൻസി മാനേജ്മെൻറ്റ്, ആയുർവേദത്തിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് അത്രമാത്രം അഡ്വാൻസ്ഡ് അല്ല. പക്ഷേ ഞങ്ങൾക്ക് ഡിസ്ലൊക്കേഷൻ മാനേജ് ചെയ്യാൻ പറ്റും, ഫ്രാക്ചർ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ ജനങ്ങളുടെ താല്പര്യം കൂടെ വേണ്ടേ? ഒരു ഫ്രാക്ചർ ജനങ്ങൾ അവിടെ ചെയ്തിട്ട് ഉടനെ തന്നെ ഇന്റേണൽ ഫിക്സ് ചെയ്ത് ഒക്കെ ചെയ്ത് നെയിലൊക്കെ ഇട്ട് കംപ്ലീറ്റ് ചെയ്ത് പ്ലാസ്റ്റർ ഇട്ട് ഒരാഴ്ച കഴിഞ്ഞ് പോകുന്നതും ഇവിടെ ചെളിയും വെച്ച് എണ്ണയും ഒഴിച്ച് നടക്കാൻ ആൾക്കാർക്ക് താല്പര്യമില്ല. അതിനങ്ങനെ കാണണം. എല്ലാ ശാസ്ത്രവും മനുഷ്യൻ്റെ നന്മയ്ക്കാണ്, ആയുർവേദവും മനുഷ്യൻ്റെ നന്മയ്ക്ക് തന്നെയാണ്. പക്ഷേ ആയുർവേദം മാത്രം കൊണ്ട് എല്ലാം ചെയ്യണം ചിന്തിക്കുന്നത് ശരിയല്ല. ഒരു ഇൻക്വൈനൽ ഹെർണിയ വന്നു, കണ്ടു കഴിഞ്ഞാൽ പറയുക നമുക്ക് ചികിത്സയില്ല, ഉടനെ പോയി നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യൂ എന്ന് പറഞ്ഞ് പേഷ്യൻറ്റിന് നല്ല അഡ്വൈസ് കൊടുത്താൽ അയാൾക്ക് അടുത്തൊരാവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വരുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആയുർവേദത്തിന് ഇല്ലാത്തതിന് എല്ലാം ഉണ്ട്, എന്തിനും ഏതിനും ആയുർവേദം. ആ തള്ള് ആയുർവേദക്കാർ ചെയ്യാൻ പാടില്ല.
സോ വേറൊരു കാര്യം, ഒരു TV സ്റ്റാർ ആണ്. 600ഓളം എപ്പിസോഡ്സ് ഉണ്ടായ 1039 ജീവനം എന്നുള്ള പ്രോഗ്രാം 2000 തുടങ്ങി 2014 വരെ മുടങ്ങാതെ 10-15 വർഷക്കാലം ഏഷ്യാനെറ്റ്, സൂര്യ, കൈരളി. ആദ്യം തുടങ്ങിയത് സൂര്യയിൽ പൊൻപുലരി എന്നുള്ള പ്രോഗ്രാം 390ഓളം എപ്പിസോഡ്. അതിനുശേഷം അവിടെ നിന്ന് നേരെ കൈരളി പോയി, അവിടെ 300 സംതിങ് എപ്പിസോഡ്. അവസാനം ഏഷ്യാനെറ്റ് മെയിൻ ചാനലിൽ 300 എല്ലാം കൂടെ 1039ഓളം എപ്പിസോഡുകൾ നടത്തി. ആയുർവേദത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ സഹായിച്ചു. ആയുർവേദത്തിൻ്റെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുക, ആയുർവേദത്തിൽ ഇല്ലാത്ത കാര്യമില്ലെന്ന് പറയുക, പച്ചയായിട്ട് ജനങ്ങളെ ഹെൽത്തിന് വേണ്ടിയിട്ട്. അവിടെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങൾ ആയുർവേദത്തിൻ്റെ പേരെ നടക്കരുത്, മോഡേൺ മെഡിസിൻ പോയി കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആയുർവേദക്കാർ, എടോ ഇയാൾ എന്തിനാ അങ്ങനെ പറയുന്നത്, എൻ്റെ പഠിപ്പിച്ച അധ്യാപകൻ ഒരു ദിവസം തന്നെ വിളിച്ചു, എടോ ഇയാളെന്ന് പറഞ്ഞാൽ ചികിത്സ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ഇല്ല സാർ, ചികിത്സ ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ? ഞാൻ പറഞ്ഞു സാറേ, അത് മണ്ടത്തരമല്ലേ. പേഷ്യൻറ്റിന് തൽക്കാലത്തേക്ക് ഒരു ശാന്തി അല്ലല്ലോ വേണ്ടത്, നമുക്ക് വേണ്ടത് പേഷ്യൻറ്റിന് റിസൾട്ട് അല്ലേ. അതുകൊണ്ട് നമുക്ക് അലോപ്പതിയിൽ പോകണം, ഇത് ആയുർവേദത്തിൽ ഇല്ല എന്ന് പറഞ്ഞത് നമ്മുടെ മാന്യതയല്ലേ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആയുർവേദത്തെ പോപ്പുലറൈസ് ചെയ്യാൻ, ആയുർവേദത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ ആ പ്രോഗ്രാം സഹായിച്ചിട്ടുണ്ട്. ഇന്നും ചില ഭാഗങ്ങളിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ ജീവനം ഡോക്ടർ അല്ലേ എന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നിർത്തിയിട്ട് 10 വർഷം കഴിഞ്ഞു, 12 വർഷമായി. ഇപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ഒരിക്കൽ കൂടെ തുടങ്ങിക്കൂടെ. പല ചാനലും വിളിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ അതിനോട് ഇപ്പം താല്പര്യം കാണിക്കുന്നില്ല. ഒന്നാമത് ഞാനും പ്രായമായ വരെയല്ല, ഇനി അടുത്ത തലമുറ നോക്കട്ടെ. ഡോക്ടർ, മറ്റൊരു വെരി സിഗ്നിഫിക്കൻറ്റ് കാര്യം നിങ്ങൾ ചെയ്യുന്നത്, അതായത് പങ്കജകസ്തൂരി ഹെർബൽ ഫൗണ്ടേഷൻ്റെ ഒരു ഇതാണ് പാഥേയം എന്ന് പറയുന്നത്. അതിനെപ്പറ്റി ഡോക്ടർ ഒന്ന് പറയുമോ? പാഥേയം 8/4/2006 അങ്ങനെ ചെന്നപ്പോൾ എനിക്ക് തോന്നി, നമുക്കൊരു എന്തെങ്കിലും ഇന്നോവേറ്റീവായിട്ടൊന്നും ചെയ്യണമല്ലോ, ജനങ്ങൾക്കൊരു സേവനം. ദിവസം 1000 പേർക്ക് ഉച്ചയൂണ് കൊടുക്കണം, സൗജന്യമായി ഉച്ചയൂണ് കൊടുക്കണം എന്നുള്ള ചിന്ത വന്നു. 1000 പേർക്ക്. അപ്പോൾ എന്നോട് കൂടെ ഒക്കെ ചോദിച്ചു, എല്ലാവരും ചോദിച്ചു, 1000 പേര് വരുമോ? ഞാൻ പറഞ്ഞു ശ്രമിച്ചു നോക്കാം. അങ്ങനെ ആയുർവേദ കോളേജിൻ്റെ അങ്ങനെ തന്നെ ഒരു പന്തൽ കെട്ടി, ഒരു ഷെഡ് കെട്ടി, പെർമനൻ്റ് ആയിട്ടൊരു ഷെഡ് കെട്ടി, അവിടെ ദിവസം 1000 പേർക്ക് ആഹാരം കൊടുക്കുന്നു, സൗജന്യ ഉച്ചഭക്ഷണം. ഞാനവിടെ നിന്നാണ് കഴിക്കുന്നത്. സൂപ്പർ ഫുഡാണ്. ഏറ്റവും കൂടിയ അരിയെ ഞങ്ങൾ ഉപയോഗിക്കുള്ളൂ, ഏറ്റവും നല്ല മനോഹരമായ രീതിയിൽ കറികളെ അവിടെ ഉണ്ടാക്കത്തുള്ളൂ. തുടങ്ങി 2006 ഏപ്രിൽ മാസം 8-ാം തീയതി തുടങ്ങി. ഈ 25 വർഷം കഴിഞ്ഞ ഈ മാസം, അതായത് ഏപ്രിൽ മാസം 8-ാം തീയതി ഞങ്ങൾ 20 വർഷം ആഘോഷിച്ചു. അന്ന് എൻ്റെ അമ്മയ്ക്ക് 72 വയസ്സുള്ളപ്പോഴാണ് തുടങ്ങിയത്. ഇപ്പം അമ്മയ്ക്ക് 92 വയസ്സായി, അമ്മയുണ്ട്. അപ്പം അമ്മയ്ക്കൊരു സന്തോഷത്തിന് വേണ്ടി തുടങ്ങിയതാണ്. അപ്പോൾ ഇപ്പോൾ 20 വർഷം പൂർത്തിയായി. ഇതുവരെ കണക്കൂട്ടി നോക്കിയപ്പം 75 lakhs ഉച്ചയൂണുകൾ ഇതുവരെ ഞങ്ങൾ കൊടുത്തു. ഇപ്പോൾ ഞങ്ങൾ 1400ഓളം, ഒരു ദിവസം 1400, 1300, സൺഡേയ്സൊക്കെ 700-750 ആകത്തുള്ളൂ. 600 മുതൽ 750, ചില ദിവസങ്ങളിൽ 1500, 1400, ഒരു ദിവസം 2100 പേര് വരെ വന്നിട്ടുണ്ട്. ഒന്നറിയുക, അതിൻ്റെ അത്ഭുതം, കേവലം 10 സ്റ്റാഫാണ്, 10 പെണ്ണുങ്ങളാണിത്. ഉച്ചയ്ക്ക് വിളമ്പാൻ വേണ്ടി മാത്രം ഒരു അണ്ണൻ പുറത്ത് ക്യാൻറ്റീനിൽ ജോലി ചെയ്യുന്ന ആൾ, അദ്ദേഹം ഇവിടെ വരും. പിന്നെ ഞങ്ങളുടെ ഹെർബൽസിലെ ഒരു സ്റ്റാഫ് ഈ പച്ചക്കറികളും ബാക്കിയുള്ള സാധനങ്ങളും വാങ്ങിക്കൊടുക്കാൻ. ഇതല്ലാതെ ബാക്കി എല്ലാം ചെയ്യുന്ന 10 സ്റ്റാഫാണ്. വിശ്വസിക്കൂ, 10 പേരെ കൊണ്ട് ഒരു കല്യാണത്തിന് 1000 പേർക്ക് ആഹാരമാണെങ്കിൽ എത്ര പേര് വേണം ഒരു ദിവസം ഇത് ഉണ്ടാക്കാൻ? പക്ഷേ ഈ 10 പേര് കൊണ്ട് മനോഹരമായി ചെയ്യുന്നു. 2 പേര് സപ്പോർട്ടിന്. പങ്കജകസ്തൂരി പ്രസ്ഥാനം ഉള്ളിടത്തോളം പാഥേയം നിലനിൽക്കണമെന്നാണ് ഞാൻ മക്കളോട് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് 6 മക്കളാണ്. എനിക്ക് 2 പെൺമക്കൾ, എൻ്റെ സഹോദരിക്ക് 2, ഒരു മോളും ഒരു മോനും. മോൻ അരുൺ ഞങ്ങളുടെ മാനുഫാക്ചറിങ് ഒക്കെ നോക്കുന്നു. മകള് ആയുർവേദ ഡോക്ടറാണ്, ഇവിടെ തന്നെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. എൻ്റെ സഹോദരന് 2 മക്കൾ. മോൻ നെയ്യാർ മെഡിസിറ്റി നോക്കുന്നു, മോള് ഇവിടെ തന്നെ ഉണ്ട്, ഞങ്ങളുടെ മെഡിക്കൽ സൂപ്രണ്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ അടുത്ത തലമുറ 6 പേരാണ്. ഇപ്പം എൻ്റെ മരുമക്കളും കൂടെ ജോയിൻ ചെയ്തു. ഒരു ഇളയ മരുമകൻ നെയ്യാർ മെഡിസിറ്റി നോക്കുന്നു, മൂത്തയാൾ പങ്കജകസ്തൂരി ഹെർബൽസിൽ അവിടെ കംപ്ലീറ്റ് QA/QC എല്ലാം അയാളാണ് നോക്കുന്നത്. അരുൺ പങ്കജകസ്തൂരി ഹെർബൽസാണ് നോക്കുന്നത്. അരുൺ അറിയാമെന്നുള്ളതുകൊണ്ടെങ്കിൽ പേര് പറയാൻ കാരണം. അപ്പം ഇപ്പം അടുത്ത തലമുറ ചാർജ് എടുത്തു. ഞാൻ OP-യും മരുന്ന് ഡെവലപ്മെൻറ്റും ഇങ്ങനെ നടക്കുന്നു. ജോലി കുറച്ച് റെസ്പോൺസിബിൾ ഞാൻ അവരോടും പറഞ്ഞിട്ടുണ്ട്. നിർബന്ധമായും പങ്കജകസ്തൂരി പ്രസ്ഥാനം ഉള്ളിടത്തോളം പാഥേയവും വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അത് വളരെ സന്തോഷം തരുന്നു. എനിക്കിപ്പോഴും അത് വലിയ ചാരിതാർത്ഥ്യം എന്ന് വെച്ചാൽ ഇത്രയും പേര് മനോഹരമായിട്ട് കഴിച്ചു പോകുന്നു. അവിടെ ഞാൻ കഴിച്ചു, പലർക്കും എന്നെ അറിയാത്തവരും അവിടെ ഉണ്ട്. ഞാൻ പോയി കഴിച്ചുകൊണ്ടിരിക്കുമ്പം എന്നെ അറിയാത്തവർ, അവരുടെ ആ മനസ്സിൻ്റെ ഒരു പ്രാർത്ഥന ഇതിലേക്ക് വേണ്ടി ഉണ്ട്. അതാണ് പങ്കജകസ്തൂരിയുടെ വിജയമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും വിജയം ഉണ്ടെങ്കിൽ. Doctor, thank you so much. I really appreciate your time. Thank you for being on Walk With Me.